അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. ഇനി ഒരാൾക്ക് ഒരു സൂറത്തും അറിയില്ല എന്ന് വിചാരിക്കുക, ഒരു സൂറത്തും അറിയില്ല. എന്നാലോ പ്രിയപ്പെട്ടവരെ, ഫാത്തിഹ അറിയാത്തവരുണ്ടോ? ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. ഉലമാക്കൾ പറയുന്നു, നമസ്കാരത്തിലെ തുമഅനീനത്ത് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലാണ് എന്നാണ്. വേറെ വലിയ സൂറത്തൊന്നും ഓതിയിട്ടില്ലെങ്കിലും സൂറത്തുൽ ഫാത്തിഹ മനസ്സിലാക്കിയ ഒരാൾക്ക്, സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഡിപ്രഷൻ ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊണ്ടാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു അറബി ഗോത്രത്തിലേക്ക് പോയപ്പോൾ അവിടെയുള്ള നേതാവിനെ വിഷം തീണ്ടി പാമ്പോ അതല്ലെങ്കിൽ തേളോ കടിച്ചു. എന്ത് മരുന്ന് ഉപയോഗിച്ചിട്ടോ അത് മാറുന്നില്ല. റാഖിമാരാരെങ്കിലും ഉണ്ടോ? അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മന്ത്രിക്കാം. അദ്ദേഹം പോയി സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ ആ വിഷം തീണ്ടിയിട്ടില്ലാത്തതുപോലെ അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് പൊടുന്നനെ മാറിയെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വമാ അദ്റാക അന്നഹാ റുഖിയ. സൂറത്തുൽ ഫാത്തിഹ റുഖിയാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ആര് പറഞ്ഞു തന്നു? അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ റസൂൽ അംഗീകരിക്കുകയാണ്, ഏറ്റവും വലിയ മന്ത്രമാണ്. ഉലമാക്കൾ പറയുന്നു, മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സമാധാനം നൽകുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അത് ശരീരത്തിനും ആശ്വാസമാണ്, മനസ്സിനും ആശ്വാസമാണ്. ചങ്ങലയിലിട്ട ഭ്രാന്തനെ ഒരു സഹാബി 7 ദിവസം കൊണ്ട് ആ ചങ്ങല അഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ചങ്ങലയിൽ കെട്ടിയിട്ട ഭ്രാന്ത് അപ്പോൾ എത്രമാത്രം ഉണ്ടാകും? എന്താ ചെയ്തത്? എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. 7ാമത്തെ ദിവസം അൽഹംദുലില്ലാഹ്, ഭ്രാന്ത് തന്നെ കംപ്ലീറ്റ് മാറിപ്പോയി. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം. സബ്ഉം മിനൽ മസാനി, 7 ആവർത്തിത വചനങ്ങളെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിൽ പോലും ഇതുപോലെ വേറൊരു അധ്യായമല്ല എന്ന്. ഖുർആനിൽ പോലും സൂറത്തുൽ ഫാത്തിഹ പോലെ വേറൊരു അധ്യായമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ദുആ ഏതാണ് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. അവസാനം എനിക്ക് മനസ്സിലായി അത് സൂറത്തുൽ ഫാത്തിഹയിലാണ്. എന്തിനാണ് ദൂരെ പോകുന്നത്? ഒരു ദിവസം നിർബന്ധമായും 17 തവണയെങ്കിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റഹ്മാനായ റബ്ബിനോട് സഹായം തേടുന്ന ആ ഒരു ദുആ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ലുബ് എന്ന് പറയുന്നത് അതാണ്. തൗഹീദിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതാണ്.